എല്ലാവർക്കും സുഖമല്ലേ? എന്നെ എല്ലാവരും മറന്നോ ഇല്ലെന്ന് എനിക്കറിയില്ല. ബട്ട് പാൻഫാൻ ഫിൽറ്റർ എന്ന യൂട്യൂബ് ചാനലിൽ അങ്ങനത്തെ വീഡിയോസ് ഒന്നും വരുന്നില്ല. എനിക്കറിയില്ല എത്ര ഫാൻസ് ആർമീസ് നോക്കുന്നുണ്ട് എനിക്കറിയില്ല. ബട്ട് നമ്മൾ 2 എഫാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഡെസ്റ്റിനി ആൻഡ് ന്യൂ ബിഗിനിങ്. സോ ആ ഒരു വലിയൊരു ഗ്യാപ്പ്, അതായത് ഒരു 5-6 months ആയെന്ന് തോന്നുന്നു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തേക്ക് കുറച്ച് റെഗുലറായിട്ട് ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ്, കണ്ടവർക്കറിയാം. സോ അതിന്ന് എനിക്ക് എഡിറ്റിംഗ് ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ന്യൂ ബിഗിനിങ്ങിൻ്റെയും ഡെസ്റ്റിനിൻ്റെയും 2 എപ്പിസോഡ്സ് രണ്ടും ഫുള്ള് എഡിറ്റ് ചെയ്ത് മോശം കൊടുത്ത് കുറച്ചും കൂടി ചെയ്യാൻ ബാക്കി ഒരു ക്ലൈമറ്റ് ഒരു ലാസ്റ്റ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, എങ്കിൽ പോലും കുറച്ചും കൂടെ ഉണ്ടായിരുന്നുള്ളൂ എഡിറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇരുന്നപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി 2 വീഡിയോസും എൻ്റെ നിന്ന് പോയി. സോ ഫസ്റ്റ് തൊട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഥ ഞാൻ മറന്നൊന്നുമില്ല. കഥ എപ്പോഴും എൻ്റെ മൈൻഡിൽ കിടപ്പുണ്ട്. പക്ഷേ അതിന് ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് മൈൻഡ് പോവും. അപ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനേ തന്നെ ഒരു മൈൻഡ് സെറ്റ് വേണം. സോ അങ്ങനെ എനിക്കത് കുറച്ച് നാളത്തേക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഡിപ്രഷൻ ടൈപ്പ് ഓഫ് ഇതിലൊക്കെ ആയതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റിയില്ല. സോ എന്തായാലും ഇപ്പം ഞാൻ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എത്രത്തോളം ഇനി അങ്ങനെ റെഗുലറായിട്ട് എപ്പിസോഡ് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. സോ നമ്മുടെ 10th എപ്പിസോഡിലോട്ടാണ് ഡെസ്റ്റിനിയുടെ. സോ വെയിറ്റ് ആൻഡ് സീ. ജെ.കെ. സർ, സാറിൻ്റെ പുതിയ ക്യാബിൻ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓ, താങ്ക് യു. അച്ഛാ, മാരേജ് പ്രപ്പോസലോ? അതോ നമ്മുടെ ആനോ? അതൊന്നുകൂടെ നോക്കിക്കേ, അത് ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ദിയ, ഇത് മാരേജ് പ്രപ്പോസൽ തന്നെയാ ജസ്റ്റിന് അയച്ചേക്കുന്നത്. നമ്മുടെ പയ്യൻ ജസ്വിൻ. എന്താ ജസ്വിനോ? അതോ നമ്മുടെ ആനെ വേണ്ടിട്ടോ? ഏട്ടാ, ഇത് ഉറപ്പായിട്ട് നടത്തണം. കാരണം ഇത്രയും നല്ല ആലോചന നമ്മുടെ മോൾക്ക് വേണ്ടി. എന്തായാലും നമ്മുടെ ഫാമിലി തന്നെ അവര്. അമ്മ നടത്തുന്നുണ്ടോ? അമ്മയുടെ എന്താ പറയുന്നേ? ആ ജസ്വിനെ കുറിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമോ? ദിയ, അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. കാരണം ജസ്റ്റിനെ കുറിച്ച് നമ്മൾ ഇനി എന്തോ മനസ്സിലാക്കണ്ടേ? ഒന്നുമില്ലേലും എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോൻ. അതുമല്ല തന്നെ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു കമ്പനി അവൾ അത്ര വലിയ പൊസിഷനിൽ എത്തിച്ചേക്കുക. അതിന് ഒരിക്കലും അവനെ കുറച്ചിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പം ഇവിടെ എല്ലാവർക്കും ജസ്റ്റിനെ കുറിച്ച് വളരെ നല്ല ഗുഡ് ആൻഡ് ഇന്നസെന്റ് ജെന്റിൽ മാൻ, അത്രേ ഉള്ളൂ. അതിന്റെ പുറം വേറെ എന്തോ വേണ്ടേ? അയ്യോ, നിങ്ങളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അയാൾ ഒരു പൊട്ടനാ. അല്ലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒന്നാലും ഉറപ്പാണ്, ഞാൻ ഈ കല്യാണം സമ്മതിക്കാൻ പോകുന്നില്ല. ഞാനും കല്യാണം സമ്മതിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ കല്യാണം നടക്കുക വേണ്ട. എന്തോ ഒരു ട്രാപ്പാണ് അച്ഛാ. ഇതിൽ നമ്മൾ പോയി വീടാൻ പാടില്ല. എന്ത് കല്യാണം സമ്മതിക്കില്ലെന്നോ? പെണ്ണെ, എന്റെ കയ്യിൽ വരെ വാങ്ങിക്കും. ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്ര വലിയ വാചനം പറയാനായിട്ടില്ല നീ. എന്തോന്ന് മമ്മി, ഒരു കാര്യം മറന്നു പോകരുത്. ഈ പറയുന്ന ജസ്വിന്റെ PA ആണ് ഞാൻ, ഒഫീഷ്യൽ PA. അതായത് അത്രയും വലിയ കമ്പനിയിൽ ഒരു സിഇഒയുടെ PA ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോ മമ്മീനെക്കാളും നന്നായിട്ട് അവനെ എനിക്കറിയാം. ഡെയിലി കാണുന്നതല്ലേ. അയാൾ എന്നെ ടോർച്ചർ ചെയ്യുന്ന പോലെ ആ കമ്പനിയിൽ മറ്റാരും ടോർച്ചർ ചെയ്യുന്നില്ല. അങ്ങനെ ഒരാളെ കുറിച്ച് എന്നെ കൂടെ പറ്റില്ല. അങ്ങനെ ഒരാളെ എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡായിട്ട് കാണാൻ എനിക്ക് ഉറപ്പാ. ഇത് കഴിയാൻ സമ്മതിക്കാൻ പോകുന്നില്ല. അത് തന്നെ എനിക്ക് ലാസ്റ്റ് പറഞ്ഞത്. വെറുതെ നിങ്ങൾ അവളുടെ അടുത്ത് പോയി ഇത് കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവൾ ഈ കല്യാണം നോ തന്നെ പറയാൻ പോണേ. അവള് എന്റെ ചേച്ചിയാ. ദിയ, നീ എന്തറിഞ്ഞിട്ടേ പറയുന്നേ? ജസ്റ്റിനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്ക, അത് എന്റെ ജസ്റ്റിന്റെ മോനാ. അങ്ങനെയുള്ളപ്പോ അവന്റെ മോൻ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നീ എനിക്ക് വിശ്വസിക്കില്ല. ചിലപ്പോ നീ വല്ല പൊട്ടത്തിലൂടെ കാണിച്ചാണ്. അതിനായിരിക്കും അവൻ നിന്നെ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്ന പോലെ സംസാരിക്കുന്നത്. അതൊക്കെ വെച്ച് ഒരാളുടെ ക്യാരക്ടറിനെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. സോ വെറുതെ ഓരോ കാരണങ്ങൾ വെച്ച് ഒരിക്കലും ഒരു കല്യാണം വേണ്ടെന്ന് വെക്കരുത്, പ്ലീസ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ. ഞാൻ അറിഞ്ഞിടത്തോളം മതിയായി. പിന്നെ പപ്പ പറഞ്ഞു കേട്ടതൊന്നുമല്ലോ എന്നെക്കാളും മുമ്പേ ജസ്റ്റ് നല്ല പരിചയം ഉണ്ടെന്ന്. അതേലോ, എനിക്ക് ചെറുപ്പം മുതലേ ജസ്റ്റിനെ അറിയാം. നീ അബ്രോഡ് പഠിക്കാൻ പോയ സമയത്തൊക്കെ അറിയാമല്ലോ. പിന്നെ അവർ അമേരിക്കയിലോ എവിടെയൊക്കെ ആണെന്ന് പഠിക്കട്ടെ. ഈ റീസെന്റ് സമയത്ത് ഇവിടെ ഒരു കമ്പനിയോട് നിങ്ങൾക്ക് അറിയില്ലേ. ബട്ട് എനിക്കറിയാം ജസ്റ്റിനെ കുറിച്ചും അവരുടെ ഫാമിലിനെ കുറിച്ചും. സോ നീ അതിൽ വെറുതെ ബോധേഡ് ആവണ്ട. പിന്നെ
എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ രണ്ടുപേരും എന്തിനാ ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു പക്ഷേ ജസ്റ്റിൻ സാർ ഓക്കെ ആയിരിക്കും, വൈഫ് ഓക്കെ ആയിരിക്കും, വേണമെങ്കിൽ അലൻ വരെ ഓക്കെ ആയിരിക്കും. ബട്ട് ജസ്റ്റിൻ ഓക്കെ ആണെന്ന് മാത്രം പറയരുത് പ്ലീസ്. കാരണം ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കമ്പനിയിൽ പോയപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് ഇസ് വെരി ബാഡ്. സോ അന്ന് തന്നെ ഇവന്റെ മോശം ക്യാരക്ടർ എനിക്ക് മനസ്സിലായതാ. അന്ന് അത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണം ആനെ പറഞ്ഞുകൊണ്ടാ. അങ്ങനെയുള്ളപ്പോ ആനെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല. ഈ ദിയക്ക് ചെയ്യാനുള്ളതും ഈ കല്യാണം നടക്കില്ല. എന്താ ഇവിടെ ഒച്ചകളൊക്കെ എന്താ ചേമ്മ? ആൻ നീ വന്നോ? നീ വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താണ്? എന്താ പപ്പ ദിയയുടെ ഫേസൊക്കെ ഇങ്ങനെ ഇരിക്കണേ? എന്താ പറ്റിയേ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇവിടെ എന്താ അടിവല്ല നടക്കുമായിരുന്നു? നീ വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്നാട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേട്ടിട്ട് നീ പോ. എന്താടി നിന്റെ വോയിസ് എന്താ വല്ലാണ്ടിരിക്കണേ? കാര്യം പറ. എന്താ എന്തുവാ ദിയ നിനക്ക് പറ്റിയേ? നീ ഇങ്ങനെ ബിൽഡപ്പ് ഇടാതെ കാര്യം പറ. എന്തോ കാര്യം? നിനക്ക് DA ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ CEO ആയിട്ടുള്ള ജസ്മിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? അയാളുടെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യണേ? അമ്മ എന്താ കാര്യം? എന്താന്ന് പറ. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നിനക്ക് ജസ്മിനെ കുറിച്ച് എന്താ അഭിപ്രായം? അവൻ നല്ലവനായിട്ട് തോന്നുന്നുണ്ടോ അതോ? ദൈവമേ, ഇവളെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ഇനി അലൻ വേണ്ട. എനിക്ക് ജസ്റ്റിനെ നേരത്തെ അറിയണമല്ലോ. ഇവിടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് വെട്ടിയിരുന്നു വല്ല കാര്യം താത്തും. അയ്യോ, ഞാനിപ്പോ എന്താ പറയാ? ജസ്റ്റിനെ കുറിച്ച് എനിക്ക് വളരെ മോശം അഭിപ്രായം. ഇങ്ങനെ ഒരുത്തനെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. എന്തോ അവന്റെ ഷോ, അവൻ ആരെന്ന് വേണ്ടി വിചാരം? കേട്ടോ കേട്ടോ, ഏതായാലും കേട്ടല്ലോ. ഇനി ആരും കേട്ടില്ലെന്ന് പറയരുത്. കണ്ടോ, ആൻഡ് പോലും ജസ്റ്റിനെ തീരെ ഇഷ്ടമല്ല. സോ ഈ കല്യാണം നടക്കില്ല. കല്യാണോ? ഏത് കല്യാണം? ആരുടെ കല്യാണം? ജസ്റ്റിന് കല്യാണം ചെയ്യാൻ പോണോ? അതെ മോളെ, ജസ്റ്റിനൊരു കല്യാണാലോചന. ഓ, അതാണോ അലനിങ്ങനെ അർത്ഥം വെച്ച് സംസാരിച്ചേ? സർപ്രൈസ് കൊള്ളാലോ. എന്തായാലും അലന്റെ ട്വിൻ ബ്രദറിന്റെ കല്യാണം. വാവ്, പറഞ്ഞില്ല സാമരോഗി. അച്ഛാ, ആരാ പെണ്ണ്? എവിടെയുള്ളതാ? അവരുടെ വല്ല ബിസിനസ് മീറ്റിംഗ് ഉള്ള വല്ല പെണ്ണുമാണോ? അതോ വല്ല കൊളീഗോ അല്ലെങ്കിൽ വല്ല സിയുടെ മോളോ അങ്ങനെ വല്ലാണോ? അതെ അതെ അതെ, സിയുടെ മോളല്ല, ചെയർമാന്റെ മോളാ. വേറെ പെണ്ണുങ്ങളൊന്നും കിട്ടാത്തോണ്ടേ നമ്മുടെ അടുത്തുനിന്ന് ആലോചന. നമ്മുടെ അടുത്തുനിന്നോ? അതാരാണാവോ ആ ഭാഗ്യവതി? നിനക്ക് DA ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ ജസ്റ്റിൻ സാറിന് അടുത്തില്ലേ? പുള്ളിക്കാരന്റെ മോനല്ലേ ജസ്റ്റിൻ? നമ്മുടെ ദിയ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ CEO. ഇവര് അച്ഛന്റെ ഫാമിലി ഫ്രണ്ടാ. അങ്ങനെയുള്ളപ്പോ അവിടെ ഒരു കല്യാണം വന്നിട്ടുണ്ടായിരുന്നു. അത് മോൾക്ക് വേണ്ടിയിട്ടാ. ഐ മീൻ ജസ്റ്റിന് മോളെ ഒരുപാട് ഇഷ്ടം. നിങ്ങളുടെ കല്യാണം നടത്താനായിട്ടുള്ള മാരേജ് പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴാ മോള് കയറുന്നേ. മോൾക്ക് എന്താ താല്പര്യം? മാരേജ് പ്രപ്പോസൽ എനിക്കോ? അതൊന്നും നടക്കത്തില്ല. ഞാനും ജസ്റ്റിനെ എങ്ങനെ ചേരാ? അതൊന്നും പറ്റത്തില്ല. മോളെ, നിനക്കെന്താ അഭിപ്രായം? ഈ കല്യാണത്തിന് സമ്മതമാണോ? അച്ഛാ, ഞാൻ കാര്യം ഹേർട്ട് ചെയ്യാൻ പറയല്ലോ. പക്ഷെ ഞാൻ ജസ്റ്റിനെ അങ്ങനെ കണ്ടിട്ടില്ല. സോ എനിക്ക് ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പറ്റില്ല. ആൻഡ് നീ എന്തൊക്കെയാ പറയുന്നേ? നീ ഓരോന്ന് ജസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇതൊക്കെ വിശ്വസിച്ചു കാണോ? അവൾ അങ്ങനെ പലതും പറയും. ഇത്രയും നല്ല ആലോചന മോളെ, നമുക്ക് പറ്റിയ ഫാമിലിയാ. അവർ ഇങ്ങോട്ടായിട്ട് വരുമ്പോ നമ്മളെങ്ങനെ വേണ്ടെന്ന് പറയാ? അല്ല അമ്മേ, ഞാൻ തീ അങ്ങനെ പറഞ്ഞത് കരുതി ജസ്റ്റിനെ കുറിച്ച് മോശം പറഞ്ഞത് കരുതിയല്ല ഇക്കല്യാണത്തെ വേണമെന്ന് പറഞ്ഞത്. എന്നെ കൊണ്ട് പറ്റില്ല. സോ ഞാനിപ്പോ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല. അതുകൊണ്ട് ഈ കല്യാണം നടക്കില്ല. സോ
ഈ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട. ഓക്കെ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇതല്ലേ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, ഞാൻ ഒരിക്കലേക്കാണ് സമ്മതിക്കാൻ പോവില്ല. മറ്റാർക്കും മനസ്സിലും ആൻഡ് എനിക്ക് മനസ്സിലാവും. സോ ഈ കല്യാണം നടക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഒരു റിജക്ഷൻ ആയിട്ടുള്ള ലെറ്റർ അങ്ങോട്ട് അയച്ചേക്ക്. അവർക്ക് സമാധാനമായിക്കണം പറഞ്ഞട്ടെ. വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എഫേർട്ട് ചെയ്തിരുന്ന് അഡ്ജസ്റ്റിനോട് പറയാൻ പറഞ്ഞേക്ക്. ഏട്ടാ, ഏട്ടനെന്ന് തോന്നേ? എനിക്കറിയില്ല. ഞാനും ജസ്റ്റിനും കുഞ്ഞുനാളും മുതൽ സുഹൃത്തുക്കളാണ്. അവൻ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കുഞ്ഞുനാളും മുതലേ. എനിക്ക് ഓരോ ഇല്ലായ്മയിലും അവൻ എന്നെ സഹായിച്ചിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ ഒരു കാര്യം പോലും ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അവനെല്ലാം അറിഞ്ഞു കണ്ട് എനിക്ക് തരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ബട്ട് ഫസ്റ്റ് ടൈം അവനെടുത്തൊരു കാര്യം ചോദിച്ചു, ഈ കല്യാണം. അതുകൊണ്ട് ഒരിക്കലും എൻ്റെ അടുത്ത് അവൻ്റെ അടുത്ത് നോന്ന് പറയാൻ എന്നെ കൂടെ പറ്റില്ല. അപ്പോ എന്താ പറഞ്ഞു വരുന്നേ? ആനെ കൊണ്ട് അറിയിക്കാൻ? എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം. എനിക്ക് 2 പെൺമക്കളാ. എന്നെ കൊണ്ട് പറ്റാത്തത് ഞാൻ അവരെ നല്ലപോലെ പഠിപ്പിച്ചു. ഒരു കുറവും വരുത്താതെ ഞാൻ അവരെ പഠിപ്പിച്ചു. ലൈഫിൽ ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുക പഠിച്ച് ജോലി വാങ്ങിച്ച് അങ്ങനെ. എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം. പക്ഷെ വേണമെങ്കിൽ നമ്മുടെ കമ്പനി തന്നെ അവർക്ക് വേണ്ടി CEO ഇരിക്കാം. പക്ഷെ അതിലുപരി ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുക സ്വന്തം മക്കളുടെ കല്യാണം. അത് ഏറ്റവും നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ആളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിന് എനിക്ക് നല്ലപോലെ അറിയാം. ജസ്റ്റിനെ കുറിച്ചും എനിക്ക് വളരെ നല്ല അഭിപ്രായം. അങ്ങനെയുള്ളപ്പോൾ അവരായിട്ട് ഇത്രയും നല്ലൊരു മാരേജ് പ്രപ്പോസൽ വരുമ്പോൾ എൻ്റെ മോൾക്കത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ അതെന്താ അവർക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല. ജസ്റ്റിൻ ചിലപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തെ വല്ലോ ദൈവയോട് പെരുമാറിയതാകാം എന്ന് കരുതി ഒരാളുടെ കാര്യത്തിൽ ജഡ്ജ് ചെയ്യാൻ മാത്രം തീ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ന് വന്നാലും ശരി, എൻ്റെ മോൾക്ക് എന്നെ മനസ്സിലാവും. ഞാൻ ഉറപ്പായിട്ടും ഈ കല്യാണം സമ്മതിക്കുകയും ചെയ്യും, ഈ കല്യാണം നടക്കുകയും ചെയ്യും. ജാക്സൺ, പോസ്റ്റ്പോൺ ചെയ്ത മീറ്റിംഗിന്റെ കാര്യം എന്തായി? ജെകെ ഇന്ന് വരാന്ന് പറഞ്ഞ്, പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല. ഇത് രാവിലെ വിളിച്ചിട്ട് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ആ മീറ്റിംഗ് നടക്കാൻ ചാൻസ് കുറവാണ്. മീറ്റിംഗ് നടത്തില്ലെന്നോ? അപ്പൊ പിന്നെ ഇത്ര ഉണ്ടാക്കിയതിന് സമാധാനം ആര് പറയും? ഞാൻ പറയണോ? അതെ, നിങ്ങൾ തന്നെ പറയണം. കാരണം ഇന്നലെ ഒരു മീറ്റിംഗിലായിരുന്നു, ഒരു പണ്ടാറവും ഇല്ലായിരുന്നു. എന്നിട്ട് എന്നെ കൊണ്ട് അത്ര പഠിപ്പിച്ചു. അതിന് നിങ്ങളല്ലേ സമാധാനം പറയണ്ടേ? നിങ്ങൾ വേറെ ആരാ സമാധാനം പറയണ്ടേ? ഓ വന്നോ? രാവിലെ തന്നെ ആരുടെ തല ഞാൻ പറഞ്ഞ് നടക്കുവാണെന്ന് തോന്നില്ല. എന്റെ സമാധാനം കളയാനായിട്ട്. ഇതേ പെണ്ണെ, എനിക്ക് നിന്നോട് അടിയുണ്ടാക്കാൻ ഒട്ടും സമയമില്ല. പിന്നെ 24 മണിക്കൂർ നിന്റെ ചുറ്റും നടന്ന അടിയുണ്ടാക്കലല്ല എന്റെ പരിപാടി. എനിക്കിവിടെ 1000 വർക്ക് എടുപ്പുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കമ്പനി സിഒയാ. എനിക്ക് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. വെറും ഒരു ആയിട്ടുള്ള നിനക്ക് നേരെ അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മറ്റുള്ളവർ എന്താ വിചാരിക്കുക എന്നെ കുറിച്ച്? നിനക്കേ കാണാമില്ല. പോട്ടെ, എന്തെങ്കിലും ഒരു മിനിമം ക്വാളിറ്റി നിനക്കില്ലെങ്കിൽ എന്തോ ചെയ്യാ നിന്നെ? ഏത് നേരത്താണോ നിന്നെയൊക്കെ പിടിച്ചെന്റെ ആക്കുന്നത്? ഇത് കാണുന്നവർക്ക് തന്നെ അപമാനമാണ്. ഹലോ ഹലോ, തന്റെ പാസ്വേഡ് എടുത്തൊന്നല്ലോ. തന്റെ ആവാൻ വേണ്ടി ഞാൻ അങ്ങ് സുഖിച്ചിരിക്കുകയാണെന്ന്. എങ്ങനെയെങ്കിലും എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് പോയാൽ മാത്രമേ ഉള്ളൂ എന്നേ ഉള്ളൂ. അത് താനായിട്ട് വിട്ടാലും ഓക്കെ, ഇവിടെ നല്ല എന്റെ പോയാലും ഓക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇത്ര ടൈം പീരീഡ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നീ ഇപ്പോഴേ ജീവനോടിരിക്കുന്നത്. അത് നീ മനസ്സിലാക്കിക്കോ. വെറുതെ ഇവിടെ കിടന്ന് വായിട്ടലക്കാണ്ട് നീ നിന്റെ വർക്ക് ചെയ്യാൻ നോക്ക്. ഇതിങ്ങളൊക്കെ ഏതാ ശരിക്കും ഇത്ര കെയർലെസ് ആയിട്ട് കാണുന്ന ഫസ്റ്റ് ടൈമാ ഒരു പെണ്ണിനോട് ഇത്ര ആരും. അത് പോട്ടെ, PA ആണ് പോലും PA. നീ എന്തോ കാണിക്കണേ? സ്വന്തം സിയോടാണോ ഇത്രയും റൂഡസ്റ്റായിട്ട് ബിഹേവ് ചെയ്യണേ? ഇത് ശരിക്കും ഒരു CEO അല്ലെങ്കിൽ PA? എന്തുവാ ഇത്? കഥ എങ്ങോട്ടാ പോണേ? ജാക്സൺ, എന്ത് നോക്കിയിരിക്കുക? ഇവളെ വിളിച്ചോണ്ട് പോകും. എന്നിട്ട് ഇവക്ക് ജോലി എന്താണ് വെച്ചേ അത് ഇവളെ പറഞ്ഞു കൊടുക്ക്. അല്ലാണ്ട് ജോബിൽ തന്നെ ഇറങ്ങിയേക്കാം മനുഷ്യന്റെ സമ്മതനം കളയാൻ വേണ്ടിട്ട്. ഹലോ ഹലോ, തന്റെ രാവിലെ വന്ന് സമാധാനം കളയാണ്ട് വന്നാലേ ഒരു കാര്യം പറയാനായിട്ട് വന്നതാ. തന്റെ ആ സ്റ്റുപ്പിഡ് പ്ലാൻ ഉണ്ടല്ലോ, അത് 4 മണിക്ക് തന്റെ പോക്കറ്റിൽ തന്നെ വെച്ചിരിക്കുക.
ഇനി അത് ഇറക്കി വെറുതെ ചീപ്പ് കളി കളിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ. ഈ ദിയ ഡേവിഡ് എബ്രഹാം ഉള്ളിടത്തോളം കാലം തന്റെ ഈ ചീപ്പ് പ്ലാൻ നടക്കത്തില്ല, അതും എന്റെ അടുത്ത് കേട്ടല്ലോ. അതുകൊണ്ട് പൊന്നേമോൻ ഈ കമ്പനി നോക്കി, കമ്പനിയിലുള്ള വർക്ക് നോക്കി കമ്പനിയെ പ്രോഫിറ്റിലേക്ക് കൂടാൻ മതി. വെറുതെ മറ്റുള്ളവരുടെ ലൈഫിൽ കയറി ഉണ്ടാക്കാൻ നിൽക്കുക കേട്ടല്ലോ. പെണ്ണെ, നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യാണ്ട് സംസാരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നീ അത് പഠിക്കുക. കാരണം നീ ഇവിടുത്തെ വെറും ഒരു PA, അതും എന്റെ PA. അപ്പോ അതിന്റെ റെസ്പെക്ട് എനിക്ക് തരണം. കാരണം ഞാൻ നിന്റെ CEO. ഇവിടുത്തെ ബാക്കിയുള്ള സ്റ്റാഫ്സിനെ പോലെ അല്ലായിരിക്കും നീ. മേ ബി നീ ഒരു കമ്പനിയുടെ ചെയർമാന്റെ മോളായിരിക്കും, ഡേവിഡ് സാറിന്റെ. എന്ന് കരുതി ഈ കമ്പനിയുടെ ചെയർമാന്റെ മോളല്ല. സോ ഈ കമ്പനി വർക്ക് ചെയ്യാൻ വന്നാൽ ഇവിടുത്തെ വർക്ക് മാത്രം നോക്കുക, അല്ലാണ്ട് സിയോടെ തലമണ്ട കയറി നിൽക്കലല്ല നിന്റെ പരിപാടി കേട്ടല്ലോ. അതുകൊണ്ട് എന്റെ പൊന്നുമോള് ഈ വളച്ചു കെട്ടി പറയാണ്ട് എന്ത് പ്ലാൻ നടത്തുന്ന ഞാൻ പറഞ്ഞേ, ആരുടെ ലൈഫിൽ ഇൻട്രസ്റ്റ് ചെയ്യുമെന്നാ പറയണേ. മനുഷ്യർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറ. അയ്യോ സാർ ഇതിന് മനസ്സിലായില്ലേ? ഇതുവരെ മനസ്സിലാവണോ സംസാരിക്കുന്നത്? നോക്കൂ ജാക്സൺ, നിങ്ങളുടെ സിഇഒക്ക് ഞാൻ ഇത്രയും കാലം പറഞ്ഞു എന്നത് കൂടെ മനസ്സിലായില്ല. എല്ലാവരുടെ പ്ലാന്റെയും മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള മിസ്റ്റർ ജസ്റ്റിൻ ആഡം ക്രിസ്റ്റിക്ക് ഈ പാവം ദിയ പറഞ്ഞ് മനസ്സിലായെന്ന് വെച്ചാൽ സോ സാഡ്. ഞാൻ പറഞ്ഞു വിട്ടത് ഇത്രയും നേരത്തെ വലിയ ബിഗ്ഗസ്റ്റ് പ്ലാന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് പ്രപ്പോസൽ. അവരോട് സൂക്ഷിച്ചിട്ടാണ് എന്റെ വീട്ടിലേക്ക് എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് മാരേജ് പ്രപ്പോസൽ അയക്കാൻ പറഞ്ഞത്. അതും തനിക്ക് വേണ്ടിയിട്ട് എന്റെ ചേച്ചി. വാവ്, വാട്ട് എ പ്രസന്റ് സർപ്രൈസ്. ആമ്പോ ഇങ്ങനത്തെ ഒരു സ്റ്റുപ്പിഡ് പ്ലാൻ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഓ അങ്ങനെ പറ. അപ്പൊ അതാണ് കാര്യം. ഈ രാവിലെ വന്ന് ഷോ കാണിക്കുന്നതിന്റെ കാരണം മാരേജ് പ്രപ്പോസൽ. നല്ലപോലെ ഇരിക്കണമെന്നല്ലോ. ഇവളെങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഈ തലയ്ക്ക് അഹങ്കാരം പിടിച്ച ടൈപ്പ്. സോ എന്തായാലും കത്തി നിൽക്കല്ലേ, കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഇരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് എന്റെ പണ്ട് കളിച്ചില്ല. അതുകൊണ്ട് എന്റെ പൊന്നു മോൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു. അതെ, ബട്ട് അതിനിപ്പോ നിനക്കെന്താ? നിന്റെ ചേച്ചിനല്ലേ, അല്ലാണ്ട് നിന്നെയല്ലോ. ഓ ആക്ച്വലി നിന്നെക്കാളും പറ്റുമോ നിന്റെ ചേച്ചി തന്നെയാ. ഇറ്റ്സ് വെരി ഗുഡ് ലുക്കിംഗ്, സോ പ്രിറ്റി ആൻഡ് സോ സെക്സി. നിന്റെ നാവ് കൊണ്ട് എന്റെ ചേച്ചിന് അങ്ങനെ പറയരുത്. ബിക്കോസ് യു ഡോണ്ട് ഡിസേർവ് ഹർ. നീ ഒരിക്കലും അവളെ ഡിസേർവ് ചെയ്യുന്നില്ല. കാരണം എന്റെ ചേച്ചിയെ പറ്റിയ ഒരാളല്ല നീ. നിന്നെ പോലെ ഒരു വൃത്തികെട്ട സാധനത്തിന് ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. ഓ, അപ്പോ ഞാൻ സ്നേഹിക്കുന്ന എന്റെ ആന പറഞ്ഞ ഇവക്ക് പൊള്ളു. ഇവക്ക് നന്നായിട്ട് കൊള്ളാൻ ആൻ മതിയല്ലേ? ഇവളായിട്ട് തന്നെ ഇവളുടെ ബിഗ് പോയിന്റ് എനിക്ക് ഇട്ടു തരാണല്ലോ. അങ്ങനെയുള്ളപ്പോ അങ്ങനെ വെറുതെ വിടാൻ പറ്റൂ? കുറച്ചു നാളത്തേക്ക് ഇത് വെച്ച് ഇവളെ അങ്ങ് അരച്ചെടുക്കണം. ദിയ, ഞാൻ ഇത്രയും കാലം ഞാൻ വിചാരിച്ചു നീ പൊട്ടിയാണെന്ന്. പക്ഷെ നീ അങ്ങനല്ല, നീ ഒരു ഇന്റലിജന്റ് ആണെന്ന് ഇപ്പൊ തെളിയിച്ചു. കാരണം പെട്ടെന്നല്ലേ നീ ആ വെറും ഒരു മാരേജ് ഒരു പ്ലാനിങ് എന്ന് കണ്ടുപിടിച്ചത്. അതിൽ നിന്നെ സമ്മതിച്ചിരുന്നു. കാരണം എന്നറിയാമോ ഈ ഒരു മാരേജ് പ്ലാന്റെ കാരണം? ഫസ്റ്റ് ഡേ ഞാൻ ഇവിടെ വന്ന സമയത്ത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ നീ ഇവിടെ വന്ന സമയത്ത് ഞാൻ നിന്റെ ചേച്ചിയോട് ഫ്ലേർട്ട് ചെയ്തെന്ന് പറഞ്ഞ കാര്യം കൊണ്ടല്ലേ നീ ഇപ്പോഴും എന്നോട് ഷൗട്ട് ചെയ്ത് എന്നോട് റെസ്പെക്ട് ഇല്ലാണ്ട്, ഒരു CEO ആയിട്ട് പോലും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ട്, ഒരു കെയർ ഇല്ലാണ്ട് സംസാരിക്കണത്. ഇവിടെ എത്രയും പേരുടെ മുമ്പ് വെച്ച് നീ മോശം ക്യാരക്ടർ എന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടിയത്? അങ്ങനെയുള്ളപ്പോ നിനക്കൊരു പണി തരണ്ടേ? നീ നിന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ഇത്രയും കിടന്ന് ഷൗട്ട് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കണേ? അങ്ങനെയുള്ളപ്പോ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് നിന്റെ ചേച്ചിനെ തന്നെ കല്യാണം കഴിച്ചുകൂടാ? അതിലും വലിയായിട്ട് നിനക്ക് കിട്ടാനുണ്ടോ മോളെ? അതാണ് ഇതിൽ. കാരണം എന്റെ ചേച്ചിയെ തൊട്ടാൽ നിനക്ക് പുള്ളൂന്ന് മറ്റാരെ കളഞ്ഞിട്ട് എനിക്കറിയാം. സോ ഈ മാരേജ് നടക്കുകയും ചെയ്യും,
നിനക്ക് തടയാൻ പറ്റത്തില്ല. ഞാൻ തന്നെ നിന്റെ ഒരു ചേട്ടനായിട്ട് ഫീൽ. അപ്പൊ നീ എന്നെ വിളിക്കും ചേട്ടാ. അപ്പോൾ ഇപ്പോഴെന്ന് പ്രാക്ടീസ് നോക്കിക്കോ. ജസ്റ്റിൻ ചേട്ടാ ആസ് യൂഷ്വൽ. അതങ്ങനെ തന്നെ ആയിരിക്കും. തന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടല്ലോ, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ ദിയ ഡേവിഡ് ഉണ്ട്. സോ ഈ കല്യാണം നടക്കത്തുമില്ല, നീ എന്റെ ചേച്ചിനെ കെട്ടത്തുമില്ല, ഞാൻ നിന്നെ ചേട്ടാന്ന് വിളിക്കാനേ പോകുന്നില്ല. ഒരിക്കലും നിനക്ക് എന്റെ ചേച്ചിനെ ഡിസേർവ് ചെയ്യുന്നില്ല. സോ ഈ ദിയ ഡേവിഡോട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കല്യാണം നടക്കില്ല. ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. കാരണം ഈ ചേച്ചി എന്റെ ചേച്ചിന്റെ എസ് പറഞ്ഞാലല്ലേ ഈ കല്യാണം നടക്കത്തുള്ളൂ. എന്റെ ചേച്ചി ഒരിക്കലും ഈ കല്യാണത്തെ എസ് പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്റെ പോയി വെറുതെ ഈ വേണ്ടാത്ത സ്വപ്നങ്ങൾ കാണാതെ വേറെ വല്ലതും കാണാൻ നോക്കാം. ഓക്കെ? ഓ, ഈ ജസ്റ്റിനെ ചലഞ്ച് ചെയ്യണോ? എന്നാ ഈ ചലഞ്ച് അക്സെപ്റ്റഡ്. ഈ കല്യാണം നടന്നിരിക്കും. കല്യാണം നടക്കുക മാത്രല്ല, നീ എന്നെ ചേട്ടാന്ന് വിളിക്കും. സോ ഈ കല്യാണം നടക്കുമെന്നാലും ഉറപ്പാ, അതെനിക്കറിയാം. ആൻഡ് സമ്മതിക്കുകയും ചെയ്യും.